Welcome to NCERT +1 and +2 Physics. നമ്മൾ പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മൾ NCERT എക്സസൈസ് പ്രോബ്ലംസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 21. നോക്കിക്കോളൂ, ക്വസ്റ്റ്യൻ നമ്പർ 21. Which among the curves shown in figure cannot possibly represent electrostatic field lines? താഴെ കുറേ പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 5 പടങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഏതൊക്കെയാണ് ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പടം നോക്കുക. ഫസ്റ്റ് പടം എന്ന് പറഞ്ഞാൽ കണ്ടക്ടർ ആണ്. അപ്പൊ നമുക്കറിയാം കണ്ടക്ടറിന്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് കണ്ടക്ടറിന്റെ സർഫസിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. സർഫസിൽ തന്നെയാണ് ഫീൽഡ് ലൈൻസ് ആണ് ഈ നീല കളറിൽ കാണിച്ചിരിക്കുന്നത്. അത് സർഫസിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ, അത് കറക്റ്റ് ആണ്. പക്ഷേ സർഫസിന് ടാൻജൻഷ്യൽ ആയിരിക്കണം. ഇപ്പൊ ഈ പോയിന്റിൽ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ വരയ്ക്കുന്ന ടാൻജന്റിന്റെ ഡയറക്ഷനിലായിരിക്കണം ഇലക്ട്രിക് ഫീൽഡ്. ഇതായിരിക്കണം ഡയറക്ഷൻ, അല്ലാണ്ട് ഈ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ തെറ്റാണ്. സോ എന്താണ് അത്? ഫോർ എ കണ്ടക്ടർ ഫീൽഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് മസ്റ്റ് ബി പെർപെൻഡിക്കുലർ ടു ദ സർഫസ്. പക്ഷെ അത് അങ്ങനെയല്ല ഈ പടത്തിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഡസന്റ് റെപ്രസെന്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസ്. സോ ഇതിനൊരിക്കലും ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഹിയർ field lines are not perpendicular to the surface. Field lines are not perpendicular to the surface. Otherwise, it is not tangential to the surface. Tangential to the surface. For conductor, field lines എന്ന് പറഞ്ഞ സർഫസിന് ടാൻജൻഷ്യൽ ആയിരിക്കണം. ഓക്കെ, ഇനി അടുത്തത് ഈ പടം നോക്കുക. ഈ പടത്തിന്റെ അകത്ത് നോക്കിയാൽ നമുക്ക് ഫീൽഡ് ലൈൻ ഒരു പോസിറ്റീവ് ചാർജ് ആണ് ഉള്ളത്. അപ്പൊ ആ പോസിറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിൽ ഉണ്ടാവുന്ന ഫീൽഡ് എങ്ങനെയാണെന്ന് കാണിച്ചിരിക്കുന്നത്. അത് പോസിറ്റീവ് ചാർജ് ആണെങ്കിൽ ഫീൽഡിന്റെ ഡയറക്ഷൻ ഔട്ട്വേർഡ് ആയിരിക്കും. എല്ലാത്തിന്റെ ഡയറക്ഷൻ നോക്കിക്കുക, ഔട്ട്വേർഡ് തന്നെയാണ്. ഫീൽഡ് അവേ ഫ്രം പോസിറ്റീവ് ചാർജ്. ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഇപ്പൊ അവേ ഫ്രം പോസിറ്റീവ് ചാർജ് ആണ്. ഇതിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. ആൻഡ് അത് ഇന്റർസെക്ട് ചെയ്യുന്ന ഒന്നുമില്ല. ഈ ഫീൽഡ് ലൈൻസ് ഇവരും തമ്മിലുള്ള ഇന്റർസെക്ഷൻ ഒന്നും കാണിക്കുന്നില്ല. സോ ദിസ് റെപ്രസെന്റ് an electrostatic field line. This picture represents the electrostatic field lines. അപ്പോൾ ഇവിടെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ഫീൽഡ് ലൈൻ സ്റ്റാർട്ട്സ് ഫ്രം പോസിറ്റീവ് ചാർജ് ലൈക്ക് ദാറ്റ്. അതവിടെ കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഈ പടം നോക്കുക. ഈ പടത്തിന്റെ അകത്ത് നോക്കി, ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ആണ്. ഇത് നെഗറ്റീവ് ചാർജ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. ഇത് പോസിറ്റീവ് ചാർജ് ആണ്. അങ്ങനെയാണ്. അപ്പൊ ഇവിടെ തന്നെ നോക്കി കഴിഞ്ഞാൽ അറിയാം ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് ചാർജിൽ നിന്നും, ഇപ്പൊ ഫീൽഡ് ലൈൻസ് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്നും നെഗറ്റീവ് ചാർജിലേക്കേ മൂവ്മെന്റ് ഉള്ളൂ. അല്ലാണ്ട് ഒരിക്കലും ഫീൽഡ് ലൈൻസ് നെഗറ്റീവ് ചാർജിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യത്തില്ല. പക്ഷെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഈ ഫസ്റ്റ് നോക്കുക, ഫീൽഡ് ലൈൻസ് പോസിറ്റീവ് നെഗറ്റീവിലേക്ക് വരുന്നുണ്ട്. പിന്നെ ഈ നെഗറ്റീവിന്ന് പോസിറ്റീവിലേക്ക് വരുന്ന ഫീൽഡ് ലൈൻസും കാണിക്കുന്നുണ്ട്. അത് എസ്പെഷ്യലി ഇവിടെ നോക്ക്, ഈ ഭാഗം നോക്കൂ. ഇഫ് യു കം അക്രോസ് ദിസ് വൺ, ഇവിടെ നെഗറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോസിറ്റീവിലേക്ക് പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇതെന്ന് പറയുന്നത് റോങ് ആണ്. അങ്ങനെ ഫീൽഡ് ലൈൻസ് വരില്ല. ഓക്കെ, നോ, ഇവിടെ ഇത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസിനെ കാണിക്കുന്നില്ല. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഫീൽഡ് ലൈൻസ് അതിന്റെ റീസൺ എന്ന് പറഞ്ഞാൽ ഹിയർ ഫീൽഡ് ലൈൻസ് സ്റ്റാർട്ട്സ് ഫ്രം നെഗറ്റീവ് ചാർജ് ആൻഡ് ഇൻസെറ്റ് പോസിറ്റീവ് ചാർജ്. അത് പോസിബിൾ അല്ല. ഫീൽഡ് ലൈൻസ് എപ്പോഴും പോസിറ്റീവ് ചാർജിൽ നിന്നും സ്റ്റാർട്ട് ചെയ്ത് നെഗറ്റീവ് ചാർജിൽ എൻഡ് ചെയ്യാണ് വേണ്ടത്. അതുകൊണ്ട് ഇതും റെപ്രസെന്റ് ചെയ്യുന്നില്ല. ഇനി അടുത്തത് ഈ പടം നോക്കുക. ഈ പടത്തിൽ 3 പോസിറ്റീവ് ചാർജ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിൻ്റെ അകത്ത് കാണുമ്പോൾ തന്നെ അറിയാം, ഇവിടെ കുറെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞ് തിരിഞ്ഞ് കിടപ്പുണ്ട്. ഇവിടെ കുറേ സാധനങ്ങൾ അല്ലെ. അത് ഇവിടെ ബേസിക്കലി ഫീൽഡ് ലൈൻസ് എല്ലാം കൂടി കൂട്ടിക്കുഴഞ്ഞ് കിടപ്പുണ്ട്. ഇന്റർസെക്റ്റീവ് ആണ്. ഫീൽഡ് ലൈൻസ് ഒരിക്കലും ഇന്റർസെക്ട് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ ഈ പടം ഒരിക്കലും ഒരു ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. കാര്യം വെച്ചാൽ ഫീൽഡ് ലൈൻസ് ഇന്റർസെക്ട് ചെയ്യുവാണെങ്കിൽ ആ പോയിന്റ് ഓഫ് ഇന്റർസെക്ഷനിൽ ഇപ്പൊ ഇവിടുത്തെ ഫീൽഡ് ലൈൻ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അൺഡിഫൈൻഡ് ആണ്. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരുപാട് ഡയറക്ഷനോട് കൊടുക്കേണ്ടി വരും. അപ്പം ബേസിക്കലി ഫീൽഡ് ലൈൻസ് എവിടെയും ഇന്റർസെക്ട് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇതും ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഹിയർ റീസൺ എന്ന് പറഞ്ഞാൽ ഹിയർ ഫീൽഡ് ലൈൻസ് ആർ ഇന്റർസെക്റ്റിംഗ്. അങ്ങനെ ഇന്റർസെക്ട് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷനെ ഡിഫൈൻ ചെയ്യാൻ സാധിക്കില്ല. ഇനി അടുത്ത നോക്കുക,
ഇവിടെ രണ്ട് സർഫസുകൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടുത്തെ ഫീൽഡ് ലൈൻസും ഇവിടെ ബേസിക്കലി നമുക്ക് ഇപ്പൊ ഇവിടെ ഇതിന് ഈ സർഫസിന് ചുറ്റും പോസിറ്റീവ് ചാർജും ഇതിന് ചുറ്റും നെഗറ്റീവ് ചാർജുമാണ്. അവിടുത്തെ ഫീൽഡ് ലൈൻ കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത് ഫീൽഡ് ലൈൻസ് ഔട്ട്വേർഡ് പോകുന്നുണ്ട്. പോസിറ്റീവ് ചാർജ് ആകുമ്പോൾ എവേ ഫ്രം പോസിറ്റീവ് ചാർജ്, നെഗറ്റീവ് ചാർജ് ടുവേർഡ്സ് ആയിരിക്കും, അത് കാണിച്ചിട്ടുണ്ട്. പിന്നെ ഫീൽഡ് ലൈൻസ് വിച്ച് സ്റ്റാർട്ടിങ് ഫ്രം പോസിറ്റീവ് ചാർജ് ടു എൻഡിങ് അറ്റ് നെഗറ്റീവ് ചാർജ്, അതും കറക്റ്റ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് നോക്കിക്കേ, ഇങ്ങനെ ഒരു സർക്കുലേഷൻ കാണിച്ചിട്ടുണ്ട്, ഒരു ഫീൽഡ് സർക്കുലേറ്റ് ചെയ്യുന്നതായിട്ട് കാണിച്ചിട്ടുണ്ട്. ദാറ്റ് മീൻസ് ഇവിടെ ബേസിക്കലി ഈ രണ്ട് സ്ഥലത്തും ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡിന്റെ മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കത്തില്ല. ഓക്കെ, ബാക്കിയെല്ലാം കറക്റ്റാണ്. പക്ഷേ ഈ പോസിറ്റീവ് ചാർജിന്റെ ഈ ഇടയ്ക്ക് ഈ നെഗറ്റീവ് ചാർജിന്റെ ഇടയ്ക്കുള്ള ആ ഫീൽഡിൽ ഒരു ക്ലോസ്ഡ് ലൂപ്പ് കാണിച്ചിട്ടുണ്ട്. അപ്പം ക്ലോസ്ഡ് ലൂപ്പ് കാണിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ദ ഫീൽഡ് ലൈൻസ് കുഡ് സ്റ്റാർട്ട് ഫ്രം നെഗറ്റീവ് ചാർജ് എന്നൊരു അർത്ഥം കൊടുക്കുന്നുണ്ട്. കാര്യം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലെത്തി വീണ്ടും നെഗറ്റീവിൽ നിന്ന് തിരിച്ച് പോസിറ്റീവിൽ എത്തുന്ന പോലെയാണ് സർക്യൂട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സംഭവിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം ഇവിടെ സംഭവിച്ചിരിക്കുന്നതുകൊണ്ട് ഇതിനും ഒരിക്കലും ഫീൽഡ് ലൈൻസിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കില്ല. ഫീൽഡ് ലൈൻസ് ഡു നോട്ട് ഫോം ക്ലോസ്ഡ് ലൂപ്സ്. അപ്പം ഇവിടെ റീസൺ പറയുമ്പം ഹിയർ ഫീൽഡ് ലൈൻസ് ആർ ഫോമിങ് ക്ലോസ്ഡ് ലൂപ്പ്. ഇവിടുത്തെ റീസൺ അതാണ്. എന്തുകൊണ്ടാണ് നമ്മൾ നോ പറഞ്ഞത്? ഹിയർ ഫീൽഡ് ലൈൻസ് ആർ ഫോമിങ് ക്ലോസ്ഡ് ലൂപ്സ്. ഓക്കെ, ഫോംസ് ക്ലോസ്ഡ് ലൂപ്സ്. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരിക്കലും ഫീൽഡ് ലൈൻസിന് ക്ലോസ്ഡ് ലൂപ്സ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ദാറ്റ്സ് ദ റീസൺ. ഇനി നെക്സ്റ്റ് ഈ പ്രോബ്ലം നോക്കാം. In a certain region of space, electric field is along the z direction through it. ഒരു particular region of space ല് ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് z ഡയറക്ഷൻ ആണ്. Okay, the magnitude of electric field is however not constant but increases uniformly along the positive z direction at the rate of 10 power 5 Newton per coulomb per meter എന്നാണ് കൊടുത്തിരിക്കുന്നത്. ന്യൂട്ടൺ പെർ കൂളം പെർ മീറ്റർ. ഓക്കെ, അപ്പം മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്, ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് പക്ഷേ സെഡ് ഡയറക്ഷനിലാണ് ഇലക്ട്രിക് ഫീൽഡ് ഇറ്റ് ഇസ് ഡയറക്റ്റഡ് അലോങ് സെഡ് ഡയറക്ഷൻ. പക്ഷേ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ല. ഈ പോസിറ്റീവ് ഡയറക്ഷനിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും തോറും ഓരോ മീറ്റർ വെച്ചും ഇലക്ട്രിക് ഫീൽഡിന്റെ റേറ്റ്, ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഓരോ മീറ്ററിലും അതിന്റെ എത്രത്തോളം കൂടുന്നുണ്ട് എന്നുള്ളതാണ് ഈ കൊടുത്തിരിക്കുന്നത് 10 പവർ 5 ന്യൂട്ടൺ പെർ കൂളം പെർ മീറ്റർ എന്ന് കൊടുത്തിരിക്കുന്നത്. അതിന്റെ റേറ്റ് ഓഫ് ഇൻക്രിമെന്റ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പൊ നമ്മൾ പെർ മീറ്ററിലുള്ള, ദാറ്റ് മീൻസ് നമ്മുടെ ആ ചേഞ്ച് ഓഫ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ എൽ, പോസിറ്റീവ് സെഡ് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ പെർ യൂണിറ്റ് മീറ്ററിൽ പോകുമ്പോഴത്തേക്കും അതിന് ആ കൂടുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ആ റേറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ന്യൂട്ടൺ പെർ കൂളം. ഡെൽറ്റ ഇ പെർ ഡെൽറ്റ എൽ എന്ന് പറയുന്നതാണ് 10 പവർ 5 ന്യൂട്ടൺ പെർ കിലോമീറ്റർ. ഇവിടെ ഈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് പെർ മീറ്റർ 1 ചേഞ്ച് ആകുമ്പോഴത്തേക്കും ഒരു യൂണിറ്റ് ലെങ്ത് മാറുമ്പോൾ 10 പവർ 5 ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് മാറുവാണ്. അപ്പൊ ആ റേറ്റ് ആണ് ബേസിക്കലി അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കുക, അല്ലാണ്ട് ഇലക്ട്രിക് ഫീൽഡ് അല്ല, ഇതിന്റെ റേറ്റ് ആണ്. വാട്ട് ആർ ദ ഫോഴ്സ് ആൻഡ് ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ എ സിസ്റ്റം having total dipole moment equal to 10 power minus 7 coulomb meter in the negative z direction. അപ്പം ഇപ്പൊ ഒരു സിസ്റ്റം, അതിന്റെ ആ സിസ്റ്റത്തിന്റെ ഡൈപോൾ മൊമെന്റ്, ടോട്ടൽ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് 10 പവർ മൈനസ് 7 കൂളം മീറ്റർ ആണെന്ന് വിചാരിക്കാം. ആൻഡ് ഈ ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ ആണെന്ന് വിചാരിക്കാം. നെഗറ്റീവ് സെഡ് ഡയറക്ഷൻ ആണ് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 10 പവർ മൈനസ് 7 ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന് അനുഭവപ്പെടുന്ന ഫോഴ്സും ടോർക്കും എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ടോർക്ക് നോക്കാം. ഫോഴ്സ് നോക്കാം. ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫോഴ്സ് ഈക്വൽ ടു ക്യു ഇ എന്നുള്ളതാണ് എക്സ്പ്രഷൻ. ചാർജ് ഇൻറ്റു ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. സോ ഡെൽറ്റ ഇ, ആ ചേഞ്ചിന്റെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡെൽറ്റ കൊടുക്കുക. ക്യു ഇൻറ്റു ഡെൽറ്റ ഇ ആണ് കണ്ടുപിടിക്കുന്നത്. പക്ഷെ നമുക്ക് എന്താണ് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജ് എന്ന് പറയുന്നത് അൺനോൺ ആണ്. ഇവിടെ എത്ര ചാർജ് എന്ന് കൊടുത്തിട്ടില്ല. ആൻഡ് ഡെൽറ്റ ഇയും അൺനോൺ ആണ്. അതിന്റെ റേറ്റ് മാത്രമേ നമ്മളുടെ കയ്യിലുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കിപ്പം ഈ എക്സ്പ്രഷനിലേക്ക്
ഒരു ഡെൽറ്റ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയും സൈമിൾട്ടേനിയസ്ലി ഒരു ഡെൽറ്റ എൽ കൊണ്ട് മൾട്ടിപ്ലൈയും ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല. സോ നമുക്കത് അങ്ങനെ എഴുതാം. ഇനി നോക്കുക, ക്യൂ ഡെൽറ്റ എൽ ഇൻറ്റു ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ എൽ എന്ന് എനിക്ക് ഇതിനൊന്നുകൂടെ കൂടെ റീഅറേഞ്ച് ചെയ്ത് ഭംഗിയായിട്ട് എഴുതാമല്ലോ. ഇനി നോക്കുക, ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ദ ചാർജ്. അതെന്ന് പറയുന്നത് വിനോ ദാറ്റ് ഇസ് ദ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ടു ചാർജ് കൊടുക്കുവാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ഡൈപോൾ മൊമെന്റ്. സോ ക്യൂ ഇൻറ്റു ഡെൽറ്റ എൽ എന്ന് പറയുന്ന ഡൈപോൾ മൊമെന്റിന്റെ മാഗ്നിറ്റ്യൂഡ് ആണ് ബേസിക്കലി. സോ ഈ ക്യൂ ഇൻറ്റു ഡെൽറ്റ എല്ലിനെ പി കൊണ്ട് എഴുതാം, ഡൈപോൾ മൊമെന്റ് മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ എൽ. ഇത് രണ്ടും നമുക്ക് അറിയാവുന്ന ക്വാണ്ടിറ്റിയാണ്. പി എന്ന് പറയുന്നത് 10⁻⁻⁷, ഡെൽറ്റ ഇ ബൈ ഡെൽറ്റ എൽ എന്ന് പറയുന്നത് 10⁻⁵. സോ ഇത് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്, അപ്പം നമ്മളിവിടെ ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നു. നമ്മുടെ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇൻ ദ നെഗറ്റീവ് ഡയറക്ഷൻ ആണ്. ഓക്കെ, സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതെടുക്കുക കേട്ടോ, ഇതാണ് നമ്മളുടെ വെക്ടറായിട്ട് വെക്ടർ നൊട്ടേഷൻ എടുക്കുക. സോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഒബ്വിയസ്ലി വെക്ടർ ആണ്. സോ വെക്ടർ നൊട്ടേഷൻ എടുക്കുമ്പോൾ നമ്മളിവിടെ നെഗറ്റീവ് ഡയറക്ഷനും കൂടി കൺസിഡർ ചെയ്യാം. സോ -10⁻⁻2 and which is along the z direction. Okay, z direction means otherwise ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 10⁻⁻2 along -z direction ഇങ്ങനെ എഴുതാം. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ വെക്ടറിൽ തന്നെ മാഗ്നിറ്റ്യൂഡ് കൺസിഡർ ചെയ്യാം. സോ ഇങ്ങനെ എഴുതാം, അല്ലെങ്കിൽ 10⁻⁻2 ആണ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ദാറ്റ് ഇസ് അലോങ് ദ -z ഡയറക്ഷൻ. ഓക്കെ, ഇപ്പോൾ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നതാണ് 0.01 ഇൻ ദ നെഗറ്റീവ് z ഡയറക്ഷൻ. ഇനി അടുത്ത ചോദിച്ചിരിക്കുന്നതാണ് നമ്മുടെ ടോർക്ക് എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് ടോർക്ക്? അപ്പം ഒരു എത്രമാത്രം ടോർക്കാണ് ഒരു പർട്ടിക്കുലർ ഇലക്ട്രിക് ഫീൽഡ് ഇയിൽ ഒരു ഡൈപോൾ അനുഭവിക്കുന്ന ടോർക്ക് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡൈപോൾ മൊമെന്റ് പി ആണെങ്കിൽ അതിൻ്റെ ഡൈപോൾ ഇരിക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഇ ആണെങ്കിൽ ദാറ്റ് ഇസ് പി ക്രോസ് ഇ. പി ക്രോസ് ഇ, ക്രോസ് പ്രോഡക്റ്റിംഗ് എക്സ്പാൻഷൻ മാഗ്നിറ്റ്യൂഡ് ഓഫ് പി ഇൻറ്റു മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇ ഇൻറ്റു സൈൻ തീറ്റ, വേർ തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ മൊമെന്റ് ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം, ഇലക്ട്രിക് ഫീൽഡിന്റെ ഡയറക്ഷൻ എന്ന് പോസിറ്റീവ് z ഡയറക്ഷനും ഡൈപോൾ മൊമെന്റിന്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ -z ഡയറക്ഷനാണ്. ദാറ്റ് മീൻസ് ഈ പോസിറ്റീവ് z ആക്സിസും നെഗറ്റീവ് z ആക്സിസും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ എന്ന് പറഞ്ഞാൽ 0 ആണ്. അപ്പം ബിക്കോസ് പി നെഗറ്റീവ് z ഡയറക്ഷനിലും ഈ പോസിറ്റീവ് z ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ ഈ തീറ്റ എന്ന് പറയുന്നത് 0 ആണ്. സോ പി സൈൻ നോട്ട് 0, it is 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കാം. ഓക്കെ, 180 ഡിഗ്രി. സോ സൈൻ 180 എന്ന് പറയുന്നത് 0 തന്നെയാണ്. സോ ദിസ് ഇസ് 0. അപ്പോൾ ടോർക്ക് എക്സ്പീരിയൻസ്ഡ് ബൈ ദ സിസ്റ്റം എന്ന് പറയുന്നത് വിച്ച് ഇസ് 0. ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് നോൺ 0 ആണ്, പക്ഷെ ഇവിടെ ഉണ്ടായിരിക്കുന്ന ടോർക്ക് എന്ന് പറയുന്നത് 0 ആസ് പി ആൻഡ് ടി ആർ ഓപ്പോസിറ്റ് ഡയറക്റ്റ്. ഇനി അടുത്ത് നോക്കാം. ഇവിടെ നോക്കാം, കണ്ടക്ടർ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ കണ്ടക്ടർ എ വിത്ത് എ ക്യാവിറ്റി ആസ് ഷോൺ ഇൻ ഫിഗർ 1.36 എ ഇസ് ഗിവൺ എ ചാർജ് ക്യൂ. ഇവിടെ ഈ കാണിച്ചിരിക്കുന്ന ഒരു കണ്ടക്ടർ ആണ് ആൻഡ് കണ്ടക്ടറിന് ഒരു ക്യാവിറ്റി ഉണ്ട് നടുക്ക്. ഓക്കെ, ഹിയർ ഇറ്റ് ഇസ് ഹാവിങ് എ ക്യാവിറ്റി ആൻഡ് ഈ ഒരു കണ്ടക്ടറിന് ഒരു ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് അപ്ലൈ കൊടുക്കുന്നു. ഷോ ദാറ്റ് ദ എൻറ്റയർ ചാർജ് മസ്റ്റ് അപ്പിയർ ഓൺ ദ ഔട്ടർ സർഫസ് ഓഫ് ദ കണ്ടക്ടർ. ആ ക്യൂ എന്ന് പറയുന്ന ചാർജ് ഈ ഔട്ടർ സർഫസിൽ മാത്രമേ കിടക്കാവുള്ളൂ എന്നുള്ളതാണ് ഫസ്റ്റ് പ്രൂവ് ചെയ്യേണ്ടത്. അതാദ്യം നമുക്ക് ചെയ്യാം. ഓക്കെ, അതാദ്യം നമുക്ക് ചെയ്യാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഔട്ടർ സർഫസിൽ മാത്രമേ കിടക്കുള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ഇഫ് ദിസ് ഇസ് അവർ ക്യാവിറ്റി, നമ്മുടെ ഇതാണല്ലോ നമ്മുടെ കണ്ടക്ടർ. അപ്പോൾ നമുക്കിവിടെ ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യാൻ തുടങ്ങുന്നത്. ഓക്കെ, ഒരു ഗോഷ്യൻ സർഫസ് ഇവിടെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നു. അപ്പം നമുക്കറിയാം അത് നമ്മൾ ഈ ക്യാവിറ്റി എൻക്ലോസ് ചെയ്തിട്ടാണ് ഒരു ഗോഷ്യൻ സർഫസ് കൺസ്ട്രക്ട് ചെയ്യുന്നത്. സോ ഗോസ് ലോ അനുസരിച്ച്, അക്കോർഡിംഗ് ടു ഗോസ് ലോ, നമ്മുടെ ഫ്ലക്സ് എന്ന് പറയുന്നത് ഫ്ലക്സ് ഈസ് ഗിവൺ ബൈ ചാർജ് എൻക്ലോസ് ഡിവൈഡഡ് ബൈ എപ്സിലോൺ 0. ഓക്കെ, ഇനി നമുക്ക് ബേസിക്കലി കണ്ടക്ടറിനെ സംബന്ധിച്ച് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് 0 ആണ്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഈസ് 0.
ബിക്കോസ് ആക്ച്വലി ഇത് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലൊക്കെ ആകുമ്പം ഇനി നെക്സ്റ്റില് ഫെർദർ ചാപ്റ്റേഴ്സിൽ മനസ്സിലാവും. ഇപ്പം ഏത് ചാർജും ആ ക്യാവിറ്റിയുടെ ഉള്ളിൽ കൊടുക്കുക, എന്ത് ചാർജ് ഉണ്ടെങ്കിലും അത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഓക്കെ, അത് സർഫസിലേക്ക് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യും അണ്ടിൽ ആ ഇൻസൈഡ് ദ ക്യാവിറ്റിയിലുള്ള ഇലക്ട്രിക് ഫീൽഡ് സീറോ ആവുന്നിടം വരെ ആ ഒരു ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ ബേസിക്കലി എപ്പോഴും കണ്ടക്ടേഴ്സിൽ നടക്കും. അപ്പോൾ കണ്ടക്ടേഴ്സിനെ കുറിച്ചൊക്കെ ഇനി ഫർദർ ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ ഇപ്പം ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ കുറച്ചും കൂടി ക്ലിയർ ആവും. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് സീറോ ആണ് ഫോർ എ കണ്ടക്ടർ. സോ ഫൈ എന്ന് പറയുന്നത് നമ്മുടെ ഫ്ലക്സിന്റെ മറ്റൊരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റു ഏരിയ ഓഫ് ദ സർഫസ് എന്നുള്ളതാണ്. അപ്പോൾ ബേസിക്കലി ഇലക്ട്രിക് ഫീൽഡ് സീറോ ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലക്സ് സീറോ ആയി എന്നുള്ളതാണ്. അപ്പം നമുക്ക് ഗോസ് ലോ വെച്ചിട്ട് ഒരു ഇക്വേഷനും ഉണ്ട്, അല്ലാതെ ഫ്ലക്സിന്റെ ഇക്വേഷൻ വെക്കുമ്പോഴും വേറെ ഇക്വേഷൻ, രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യം Q/ε0 ഷുഡ് ബി സീറോ എന്നുള്ളതാണ്, അഥവാ Q ഇസ് ഈക്വൽ ടു സീറോ. കാര്യം ε0 സീറോ ആവാൻ പറ്റത്തില്ലല്ലോ, അത് പെർമിറ്റിവിറ്റി ഓഫ് സ്പേസ്, അത് സീറോ ആവുന്നില്ല. സോ ഈ Q ആണ് അവിടെ സീറോ ആവേണ്ടത്. ദാറ്റ് മീൻസ് Q എന്ന് പറയുന്നത് നമ്മൾ എടുത്തിരിക്കുന്ന എന്താണ്, Q എന്ന് പറയുന്നത് ഗോസ് ലോ അനുസരിച്ച് Q ഇസ് ദ ചാർജ് എൻക്ലോസ്ഡ് ആണ്. അപ്പം ദാറ്റ് മീൻസ് Q is equal to 0 implies charge inside the conductor is 0. Charge inside the conductor is 0. ചാർജ് ഇൻസൈഡ് ദ കണ്ടക്ടർ എന്ന് പറയുന്നത് സീറോ ആണ്. അപ്പം കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താ, ഇലക്ട്രോസ്റ്റാറ്റിക് ഇക്വിലിബ്രിയത്തിലാണ്. അപ്പം എല്ലാ ചാർജും കണ്ടക്ടറിനെ സംബന്ധിച്ച് ഔട്ടർ സർഫസിൽ മാത്രമേ ഇരിക്കുകയുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് എനി ചാർജ് വിച്ച് ഇസ് ഗിവൺ ടു ദ കണ്ടക്ടർ വിൽ റിസൈഡ് ഓൺലി ഓൺ ദ ഔട്ടർ സർഫസ്. ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ ചാർജ് കൊടുത്തിരിക്കുന്നത് ഇവനെ ചാർജ് Q എന്നുള്ളതാണ് കേട്ടോ. അപ്പം നമുക്ക് Q എന്ന് പറയുന്ന ചാർജ് ഇവിടെ ക്യാപിറ്റൽ Q ആക്കുക. ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ Q ആണ് എൻക്ലോസ് ചെയ്യപ്പെടേണ്ട ചാർജ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ Q ആയിട്ട് ചിന്തിക്കുക, സ്മോൾ Q അല്ല. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അനദർ കണ്ടക്ടർ B with charge Q is inserted into the cavity keeping B insulated from A. ഇനി മറ്റൊരു കണ്ടക്ടറായ B, ഇതാണ് മറ്റൊരു കണ്ടക്ടർ B. അതെന്ന് പറയുന്നതിന് B എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ചാർജ് സ്മോൾ Q ആണ്. ഈസ് ഇൻസേർട്ടഡ് ഇൻ ടു, ഇവിടെ ശ്രദ്ധിക്കണം കേട്ടോ, ഈ ഫസ്റ്റ് പ്രോബ്ലത്തിൽ നമ്മുടെ ചാർജ് Q എൻക്ലോസ് ചെയ്തിരിക്കുന്ന ക്യാപിറ്റൽ Q ആയിട്ട് എടുക്കാൻ നോക്കണം കേട്ടോ. അതാണ് നമ്മൾ ചോദിച്ചത് കേട്ടോ, അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ജസ്റ്റ് ഇതാ മാറിപ്പോയിന്നേ ഉള്ളൂ കേട്ടോ notation. Another conductor B with charge Q is inserted into the cavity keeping B insulated from A. അപ്പം B എന്ന് പറയുന്നത് മറ്റൊരു കണ്ടക്ടറാണ്. ആ കണ്ടക്ടറിന്റെ ചാർജ് ആണ് സ്മോൾ Q. അതെന്ന് പറയുന്നത് ഈ ക്യാവിറ്റി, എയുടെ ക്യാവിറ്റിയുടെ അകത്ത് വെക്കുകയാണ്, സച്ച് ദാറ്റ് A എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ അകത്ത് നിന്നും B എന്ന് പറയുന്ന കണ്ടക്ടർ ഇൻസുലേറ്റഡ് ആണ്. ഷോ ദ ടോട്ടൽ ചാർജ് ഓൺ ദ ഔട്ട്സൈഡ് സർഫസ് ഓഫ് A is Q plus Q. അതായത് എയുടെ പുറത്ത് ഔട്ടർ സർഫസിലെ ടോട്ടൽ ചാർജ് ഉണ്ടാവും Q പ്ലസ് ഈ ബിയുടെ ചാർജും കൂടെ ആയി എന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. ഓക്കെ, അതാണ് നമുക്ക് ബേസിക്കലി കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ നമുക്ക് എന്താണുള്ളത്, നമുക്ക് വി ഹാവ് Q എന്ന് പറയുന്ന ഒരു കണ്ടക്ടർ ഉണ്ട്. A എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ അകത്ത് ഓൾറെഡി ഇതിന്റെ A എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ചാർജ് Q നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് റീഡിസ്ട്രിബ്യൂട്ടഡ് പുറത്ത് ഓൾറെഡി ഉള്ള ചാർജ് Q ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് ഈ Q എന്ന് പറയുന്ന കണ്ടക്ടർ ക്യാവിറ്റിയിൽ ഇൻസേർട്ട് ചെയ്തുകൊണ്ട് പുറത്തുള്ള ചാർജ് Q പ്ലസ് Q ആവുക എന്നാണ് നമുക്ക് ഇനി കാണിക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ Q ഇൻസേർട്ട് ചെയ്തിരിക്കുകയാണ്. സോ നമ്മുടെ എയുടെ ക്യാവിറ്റിയുടെ അകത്ത് B എന്ന് പറയുന്ന ഈ കണ്ടക്ടർ ചാർജ് Q ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം കണ്ടക്ടർ B എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദ കണ്ടക്ടർ ഷുഡ് ബി സീറോ എന്നല്ല. അതാണ് നമ്മളിവിടെ നമുക്ക് ഇവിടെയല്ല നമ്മൾ പ്രൂവ് ചെയ്തല്ല, ഓൾറെഡി വി നോ ദാറ്റ് ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് എനി കണ്ടക്ടർ ഈസ് സീറോ. ഇനി കണ്ടക്ടറിന്റെ ഉള്ളിലെയും ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ സീറോ ആയിരിക്കും. അതുകൊണ്ടാണ് ഈ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ ബേസിക്കലി പുറത്ത് വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റും, കണ്ടക്ടർ B എന്ന് പറയുന്നത് അതിന്റെ പുറത്തെ സർഫസിലായിരിക്കും ചാർജ് കിടക്കുക. ഓക്കെ, അതിന്റെ പുറത്തെ സർഫസ് എന്ന് പറയുമ്പോഴത്തേക്കും, അതായത് ഈ പുറത്തെ സർഫസിൽ, അതായത് ഇവിടെയൊക്കെ ഉള്ള ചാർജ് എന്ന് പറഞ്ഞാൽ -Q ആയിരിക്കും ഒബ്വിയസ്ലി.
അതായത് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന്റെ ഈ ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഒരിക്കലും അതിൻ്റെ ഉള്ളിൽ കിടക്കില്ല. അതിന്റെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് കണ്ടക്ടർ സീറോ ആയിരിക്കുന്നുണ്ട്. ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് സീറോ ആക്കാൻ വേണ്ടി ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. സോ ബി എന്ന് പറഞ്ഞ കണ്ടക്ടറിന്റെ പുറത്തെ ചാർജ് എന്ന് പറഞ്ഞാൽ മൈനസ് ക്യൂ ആയിരിക്കും. ഓക്കെ, മൈനസ് ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ആയിരിക്കും റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് കണ്ടക്ടർ ബി എന്ന് പറയുന്നത് അത് എ എന്ന് പറയുന്ന കണ്ടക്ടറിനെ സംബന്ധിച്ച് ഇതിന്റെ ഉള്ളിൽ ക്യൂ എന്ന് വരിക എന്ന് പറയുന്നത് എന്താണ്, ആ എ എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ അകത്തെ സർഫസ് മൈനസ് ക്യൂ ഇൻഡ്യൂസ് ചെയ്തു എന്നുള്ളതായി. അതുകൊണ്ട് തന്നെ എന്താണ്, മൈനസ് ക്യൂ ഇൻഡ്യൂസ് ചെയ്തു. സോ ഡെഫിനറ്റ്ലി ഈ മൈനസ് ക്യൂ എന്ന് പറയുന്ന ഈ ചാർജിനെ വീണ്ടും ന്യൂട്രലൈസ് ചെയ്യാൻ പ്ലസ് ക്യൂ എന്ന് പറയുന്ന ഒരു ചാർജ് ഈ ഔട്ടർ സർഫസിൽ ക്രിയേറ്റ് ചെയ്യും. പ്ലസ് ക്യൂ എന്ന് പറഞ്ഞ ഒരു ചാർജ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, സോ ദാറ്റ് ടോട്ടൽ ചാർജ് ഓൺ ദ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് ഇവിടെ ക്യൂ പ്ലസ് ക്യൂ ആവുകയാണ്. ടോട്ടൽ ചാർജ് ഓൺ ദ ഔട്ടർ സർഫസ് ഇസ് പ്ലസ് ക്യൂ പ്ലസ് ക്യൂ. ഓക്കെ, ദാറ്റ് മീൻസ് ഇലക്ട്രിക് ഫീൽഡ് ബി എന്ന് പറയുന്ന കണ്ടക്ടറിനെ സംബന്ധിച്ച് അതിൻ്റെ ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ന്യൂട്രാലിറ്റി വരുത്താൻ വേണ്ടി ചാർജ് റീഡിസ്ട്രിബ്യൂഷൻ നടക്കും. സോ എ എന്ന് പറയുന്ന കണ്ടക്ടറിന്റെ ഉള്ളിൽ മൈനസ് ക്യൂ ഇൻഡ്യൂസ്ഡ് ആയി. ഇനി എപ്പോഴും ചാർജ് എന്ന് പറയുന്ന ടോട്ടലി സീറോ ആയിരിക്കണം. ഫോർ എ കണ്ടക്ടറിനെ സംബന്ധിച്ച് അത് വീണ്ടും ഒരു എക്സ്ട്രാ ചാർജ് ആണ് അവിടെ ഉണ്ടാകുന്നത്. സോ എഗെയിൻ ചാർജ് ന്യൂട്രാലിറ്റിക്ക് വേണ്ടിയിട്ട് പ്ലസ് ക്യൂ എന്ന് പറയുന്ന ചാർജ് ഔട്ടർ സർഫസിൽ വീണ്ടും ഇൻഡ്യൂസ് ആകും. സോ ഇൻ എഫക്റ്റിൽ ടോട്ടൽ ചാർജ് ഓൺ ദ ഔട്ടർ സർഫസ് എന്ന് പറയുന്നത് ക്യൂ ക്യാപിറ്റൽ ക്യൂ പ്ലസ് സ്മോൾ ക്യൂ ആവും. ഓക്കെ, പിന്നെ എന്തെങ്കിലും വ്യക്തത വരാതുണ്ടെങ്കിലും ഫർദർ ചാപ്റ്റേഴ്സിൽ ഇത് ക്ലിയർ ആവും. ഇനിയും കണ്ടക്ടേഴ്സിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്, അപ്പോൾ കുറച്ചും കൂടി മനസ്സിലായിക്കോളും. ഓക്കെ, അടുത്ത് നോക്കുക. എ സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് ഈസ് ടു ബി ഷീൽഡഡ് ഫ്രം സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇൻ ഇറ്റ്സ് എൻവയോൺമെന്റ്. ഒരു സെൻസിറ്റീവ് ഇൻസ്ട്രുമെന്റ് അതിന്റെ ചുറ്റുമുള്ള സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ നിന്നും, അതിന്റെ എൻവയോൺമെന്റിലുള്ള സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡിൽ നിന്നും ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റിനെ ഷീൽഡ് ചെയ്യണം അഥവാ പ്രൊട്ടക്ട് ചെയ്യണം. സജസ്റ്റ് എ പോസിബിലിറ്റി, എന്തെങ്കിലും ഒരു വഴി പറയാനായിട്ടാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് തന്നെ മനസ്സിലാവും ആ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് എപ്പോഴും എന്തൊരു കണ്ടക്ടറിന്റെ ഉള്ളിലാണെങ്കിൽ കണ്ടക്ടറിന്റെ ഉള്ളിലുള്ള ഇലക്ട്രിക് ഫീൽഡ് എപ്പോഴും സീറോ ആയിരിക്കും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഈ പർട്ടിക്കുലർ ഇൻസ്ട്രുമെന്റിനെ ഒരു കണ്ടക്ടറിന്റെ ഉള്ളിൽ, അതായത് ബേസിക്കലി എല്ലാ മെറ്റൽ സർഫസും കണ്ടക്ടേഴ്സ് ആണ്. സോ ദ ബെസ്റ്റ് തിങ്, കീപ് ഇറ്റ് ഇൻസൈഡ് എ മെറ്റാലിക് സർഫസ്. എന്തെങ്കിലും ഒരു മെറ്റാലിക് സർഫസിന്റെ അകത്ത് വെച്ചാൽ മതി, അത് കണ്ടക്ടേഴ്സ് ആണ്. സോ ദാറ്റ് ഈ മെറ്റാലിക് സർഫസിന്റെ അകത്ത് വെക്കാന്ന് വെച്ചാൽ മെറ്റൽസ് എല്ലാം കണ്ടക്ടേഴ്സ് ആയതുകൊണ്ട് തന്നെ ഇലക്ട്രിക് ഫീൽഡ് ഇൻസൈഡ് ദാറ്റ് കണ്ടക്ടർ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. ഈ പുറത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ അകത്ത് കയറാൻ പറ്റത്തില്ല. ഇൻസൈഡ് ഇലക്ട്രിക് ഫീൽഡ് സീറോ ആയിരിക്കും. കാര്യം എല്ലാ ഇലക്ട്രിക് ചാർജും പുറത്ത് മാത്രമേ കിടക്കുള്ളൂ. സോ ഈ സെൻസിബിൾ ഇൻസ്ട്രുമെന്റിനെ വേണമെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യാം ഫ്രം ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഇഫ് ഇറ്റ് ഈസ് കെപ്റ്റ് ഇൻസൈഡ് എ മെറ്റാലിക് സർഫസ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നെക്സ്റ്റ് ചാപ്റ്റർ തുടങ്ങാം. That's it. Thank you.